ഇപ്പം നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈയിടെ ഇൻസ്റ്റഗ്രാമിൽ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു റോക്ക് ഫിഷിങ്ങിന്റെ ഭാഗമാണ്. ഇതുപോലെ റോക്ക് ഫിഷിംഗ്, അതായത് പാറമുകളിൽ കയറി കടലിൽ നിന്ന് മീൻ പിടിക്കുന്ന ഒരുപാട് വീഡിയോകൾ മീൻപിടുത്തം ഇഷ്ടമുള്ള ആളുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ വീഡിയോ എന്തിനാണ് ഇപ്പൊ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ആഴ്ചകൾക്ക് മുന്നേ ന്യൂസിലാൻഡിൽ 2 മലയാളികൾ റോക്ക് ഫിഷിങ്ങിന് പോവുകയും അതിൽ ഒരാൾ മരിക്കുകയും ഇനി ഒരാളെന്നെ കാണാതാവുകയും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ പശ്ചാത്തലത്തിൽ റോക്ക് ഫിഷിങ്ങിന് പോണ സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളെല്ലാവരും ന്യൂസിലാൻഡിൽ ഈ അപകടം ഉണ്ടായിട്ടുള്ളത് ന്യൂസിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇല്ലാത്തവരുണ്ട് വെച്ചെങ്കിൽ ഒന്ന് ന്യൂസിലാൻഡിൽ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായെന്നുള്ളത് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂസ് സെർച്ച് ചെയ്യുക. ആ അപകടത്തിനെ കുറിച്ചിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഒന്നും വിശദീകരിക്കണില്ല, ഒന്നും പറയണില്ല. പക്ഷേ ന്യൂസിലാൻഡിൽ കുറച്ച് കാലങ്ങളായിട്ട് മീൻ പിടിക്കാൻ പോകുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇവിടെ പുതിയ ആളുകൾ വരുന്നു. എനിക്ക് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട്, ന്യൂസിലാൻഡിൽ എങ്ങനെയാണ് മീൻ പിടിക്കുക, എവിടേക്കാണ് പോകേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജുകൾ വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ അപകടം ഉണ്ടായ സമയത്ത് ഇതിനു മുന്നേ ശരിക്കും ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഉറപ്പായിട്ടും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ റോക്ക് ഫിഷിങ്ങിനെ കുറിച്ച് ചെയ്യണത്. ഒരു പക്ഷേ സംശയം തോന്നാം, എന്തുകൊണ്ടാണ് ഓൺലി റോക്ക് ഫിഷിംഗ്? അപ്പോൾ നമുക്കറിയാം, ഇവിടെ നമ്മൾ കടലിൽ പോയിട്ട് മീൻ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ബോട്ടിൽ പോയിട്ട്. പിന്നെ സർഫ് കാസ്റ്റിംഗ്, കടൽ ബീച്ചിൽ നിന്നിട്ട് കാസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഇവിടെ പിന്നെ റിവർ കുറവാണ്, അതായത് ഫ്ലൈ ഫിഷിങ് വളരെ കുറവാണ്, ട്രൗട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ എപ്പോഴും വളരെ അപകടം നിറഞ്ഞിട്ടുള്ള, ഫിഷിങ്ങിലെ ഏറ്റവും ഡെഡ്ലി ആയിട്ടുള്ള, ഏറ്റവും അപകടം നിറഞ്ഞിട്ടുള്ള ഒരു ഫിഷിംഗ് ആണ് റോക്ക് ഫിഷിംഗ്. അപ്പോൾ ഇത് റോക്ക് ഫിഷിങ്ങിന് പോയിട്ട് സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ റോക്ക് ഫിഷിങ്ങിന് ഇത് എങ്ങനെയാണ് ഉണ്ടാവാൻ സാധ്യത എന്നുള്ളതാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ട് ഞാൻ പറയണേ. അപ്പോൾ എന്താണ് റോക്ക് ഫിഷിംഗ്? പേര് പോലെ തന്നെ പാറയുടെ മുകളിൽ നിന്ന് കടലിലോട്ട് ചൂണ്ടയിടുന്ന പരിപാടിയാണ് റോക്ക് ഫിഷിംഗ് എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയണേ. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കടലിൻ്റെ സൈഡിൽ പാറകൾ ഉണ്ടായിരിക്കും, ആ പാറയുടെ മുകളിൽ നിന്ന് ചൂണ്ടയിടുക. അതല്ലെങ്കിൽ റീഫുകൾ ഉണ്ടായിരിക്കും, ഈ പുറ്റൊക്കെ കൂടി ചേർന്നിട്ട് ഒരു ഐലൻഡ് പോലെ ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ എനിക്കോണെ അഴിമുഖം മറ്റേ സ്വാമി വിവേകാനന്ദ പാറയിലടക്കി ചെല്ലുമ്പോൾ ഇങ്ങനെ കടലിലേക്ക് കുറച്ച് തള്ളി നിന്ന് കാണുന്ന ചെറിയ ഐലൻഡൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ ഈ ടൈഡ് താഴെ പോണ സമയത്ത് ആ ഐലൻഡിൽ പോയിട്ട് ചൂണ്ടയിടുന്നത്, അപ്പോൾ അത് റോക്കി ആയിരിക്കും, ചെറിയൊരു മൗണ്ടനൊക്കെ പോലെ. അതിൻ്റെ മുകളിൽ നിന്ന് ചൂണ്ടയിട്ടിട്ട് മീൻ പിടിക്കുന്നതിനാണ് റോക്ക് ഫിഷിംഗ് എന്ന് പറയാം. ഇനി നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് റോക്ക് ഫിഷിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ സൈഡിൽ കടലിൻ്റെ സൈഡിൽ വെള്ളം കയറാണ്ടിരിക്കാനായിട്ട് പാറ ഇട്ടിട്ടുണ്ടാവും. അല്ലാച്ചെങ്കിൽ ഇപ്പോൾ പറയുന്നത് ടെട്രപ്പോഡ്, നമ്മൾ പണ്ടൊക്കെ ദുബായിലെ വീഡിയോസൊക്കെ കാണുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, കടലിൻ്റെ തീരത്ത് ടെട്രപ്പോഡ് ഇപ്പോൾ കോമൺ ആയിട്ട് നാട്ടിൽ കാണാൻ പറ്റും. ഈ ടെട്രപ്പോഡിൻ്റെ മുകളിലൊക്കെ കയറുന്നിട്ട് മീൻ പിടിക്കുക. യൂഷ്വലി നമ്മുടെ നാട്ടിൽ ത്രൂ ഔട്ട് ദി ഇയർ ഒരു 9 മാസം സേഫാണ്. ഇപ്പോൾ ഇതേ മൺസൂൺ സ്റ്റാർട്ട് ചെയ്യാണ്, ഇപ്പോൾ ഇത് സേഫ് അല്ല. കാരണം എന്താണ്? തിര ഭയങ്കര ഫോഴ്സ്ഫുള്ളി നമ്മുടെ മേൽ വന്നടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ റോക്ക് ഫിഷിങ്ങിനും തിര ഭയങ്കര ഫാസ്റ്റായിട്ട് വരികയും നമ്മുടെ മേലെ അടിക്കുകയും നമ്മൾ ഒരുപക്ഷെ വെള്ളത്തിൽ വീണു പോകാനും സാധ്യതയുണ്ട്. ഇത് അപകടം. ഇനി മീൻ കിട്ടാനുള്ള സാധ്യത എപ്പോഴും റോക്ക് ഫിഷിങ്ങിന് കൂടുതലാണ്. എന്താണ് കാരണം? നമ്മൾ ബീച്ചിൽ നിന്നിട്ട് മീൻ പിടിക്കുമ്പോൾ മീനിന് ഈ കര വരെ ഇങ്ങനെ കയറി വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പിന്നെ ഒരുപാട് ചെറിയ മീനുകളൊന്നും സമീപത്ത് ഉണ്ടാവില്ല. അതേ സമയത്ത് ഒന്ന് ആലോചിക്കുക, പാറയുടെ മുകളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കല്ലുമ്മക്കായി, അതിൻ്റെ മുകളിൽ കക്ക, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ പാറയുടെ സൈഡിൽ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും, പായലുണ്ടായിരിക്കും. ഇത് തിന്നാൻ ചെറിയ മീൻ വരും. ഈ ചെറിയ മീൻ തിന്നാനായിട്ട് വലിയ കിങ് ഫിഷ്, ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ ട്യൂണ, മാർലിൻ, അല്ലാച്ചെങ്കിൽ വലിയ വലിയ കിങ് ഫിഷ്, ഇപ്പോൾ നമ്മുടെ GT പോലെയുള്ള, അതായത് ജയന്റ് ട്രവേളി, വലിയ വറ്റ, ഇതിനെയൊക്കെ റോക്ക് ഫിഷ് ഇത് പിടിക്കും. അപ്പോൾ ചാൻസസ് കൂടുതലാണ്, കാരണം നല്ല ഡീപ്പ് വാട്ടർ ആയിരിക്കും. ഈ ചെറിയ മീനിനെ തിന്നാൻ വരുന്ന വലിയ മീനിന് കിട്ടാനുള്ള പൊട്ടൻഷ്യൽ കൂടുതലുള്ളത് കൊണ്ട് തന്നെ റിസ്കി ആയിട്ടുള്ള ഫിഷിംഗ്, ബട്ട് നമുക്ക് നല്ല മീൻ കിട്ടും. അഗൈൻ റിമെമ്പർ, റിസ്കി ആയിട്ടുള്ള ഫിഷിംഗ് ആണ്. ഇനി എങ്ങനെയാണ് റോക്ക് ഫിഷിങ് അപകടമാവണേന്ന് ഇത്രയും നേരം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും, എന്താണ് റോക്ക് ഫിഷിംഗ് അല്ലേ? റോക്കിൻ്റെ മുകളിൽ വെള്ളം വന്ന് അടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഭവം കാണാത്ത ആരും തന്നെ ഉണ്ടാവില്ല ഇല്ലേ? നമ്മളത് കാണുമ്പോൾ ഓടുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. എന്താണ് മെയിൻ വിഷയം? നാട്ടിലൊരു സിനാരിയോ എടുക്കാം. ഇപ്പോൾ നാട്ടിൽ മൺസൂൺ ടൈം ആണെന്ന് വിചാരിച്ചോ, സാധാരണ റോക്കിൻ്റെ മുകളിൽ എന്നിട്ട് ആരും മീൻ പിടിക്കില്ല. നമുക്കറിയാം, ഒരുപാട് സേഫ്റ്റി ആയിട്ട് നമ്മൾ ന്യൂസിലൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ ആരും മീൻ പിടിക്കാൻ പോകരുത്. കാരണം എന്താണ്? തിരയൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് വന്നിട്ട് അടിക്കും. നമ്മളവിടെ നിൽക്കുന്നുണ്ട് വെച്ചെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ നമ്മുടെ നാട്ടിലൊരു ചൂണ്ടക്കടയുള്ള ഒരു ചേട്ടനുണ്ട്, പുള്ളിനെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളിയുടെ കൂട്ടുകാരനൊക്കെ നാട്ടിൽ മീൻ പിടിക്കാൻ പോയിട്ട് ഈ മൺസൂൺ ടൈമിൽ ചെക്ക് ചെയ്യാണ്ട് പോയിട്ട് ഈ ടെട്രപോഡിൻ്റെ ഉള്ളിലേക്ക് വീഴുകയും ആടിയെല്ലൊക്കെ പൊട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. സെയിം അവസ്ഥയാണ് ഇവിടെ. നാട്ടിലെ പോലല്ല, കുറച്ചും കൂടി അപകടം. ഇവിടെ ത്രൂ ഔട്ട് ദി ഇയർ എപ്പോൾ വേണമെങ്കിലും കടല് പ്രശ്നം ഉണ്ടാക്കാം, സ്വെല്ല് കൂടുതലാവാം. അപ്പം നമ്മൾ എന്താ ചെയ്യണത്?
നമ്മൾ ഈ പാറയുടെ മുകളിൽ ചെന്ന് നിൽക്കുകയാണ്. ഇവിടുത്തെ പാറ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഞാൻ കുറച്ച് ഫൂട്ടേജൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓടി നടന്നിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. കുറേ ഫൂട്ടേജ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡിലൊക്കെയുള്ള പല യൂട്യൂബേഴ്സും അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ആരുടെ അടുത്തുനിന്ന് ഞാൻ പെർമിഷൻ മേടിച്ചിട്ടില്ല. പക്ഷേ ഈ വീഡിയോ ചെയ്യാനായിട്ട് അവരുടെ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ മോഷ്ടിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ അണീവനായിട്ട് നമ്മുടെ ശ്രീലങ്കയുടെയും ഇന്ത്യയുടെയും ഇതൊക്കെ ഐലൻഡിൻ്റെ ഒക്കെ കോർണർ കിടക്കണ പോലെയാണ് ഈ പാറ കിടക്കണേ. നമ്മൾ മീൻ പിടിക്കാൻ പോണത് എപ്പോഴായിരിക്കും? ലോ ടൈഡ്, വെള്ളം ഇറങ്ങിക്കിടക്കണ സമയത്താണ് പോണേ. വെള്ളം കയറി വരുമ്പോഴാണ് അല്ലേ വിശക്കണ മീനുകളൊക്കെ ഇതിൻ്റെ ഒപ്പം ഈ മീനുകൾ തന്നെ തിന്നാനായിട്ട് കയറി വരണേ. ഈ കയറി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ കടലിൻ്റെ തിരയുടെ ഹൈറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സാധാരണ ഇന്ത്യക്കാർക്ക് ഈ വക ചിന്തയൊന്നും മീൻ പിടിക്കാൻ പോകുമ്പില്ല. കാരണം നമ്മളിത് യൂസ്ഡ് അല്ല. നമ്മളിവിടെ വരെയും ഈ വലിയ തിരയുടെ കനം നോക്കാതെ ആവുകയും ഈ തിര വന്ന് പതുക്കെ അടിച്ചിട്ട് ചിലപ്പോൾ അതിൽ ഒരു തര കനം കൂടുതൽ വരികയും നമ്മുടെ മേല് വന്ന് അടിക്കുകയും നമ്മൾ വെള്ളത്തിലേക്ക് വീഴുകയും ഈ വെള്ളത്തിൽ വെച്ചിട്ട് ഒരുപക്ഷെ നമ്മുടെ മുഖം ഈ പാറമുകളിൽ അടിക്കുകയും അങ്ങനെ നമ്മൾ അൺകോൺഷ്യസ് ആവുകയും വെള്ളത്തിൽ തന്നെ മിസ്സായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ചിലപ്പോൾ ചെറിയൊരു ഐലൻഡ് പോലെയായിരിക്കും ഇത് നിൽക്കുന്നുണ്ടാവുക. വെള്ളം കയറിയിട്ട് നമ്മുടെ ബാക്കിലെ ഏരിയ കവറായി പോയിട്ടുണ്ടാവും. നമ്മൾ ഈ ഐലൻഡിൻ്റെ സെൻറ്ററിൽ വിട്ടുപോകും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റും വെള്ളം വന്ന് കവർ ചെയ്യുകയും നമ്മളതിലേക്ക് വീണു പോകാനുള്ള സാധ്യതയുണ്ട്. പാറയുടെ മുകളിൽ നല്ല വഴുക്കലുണ്ടാവാൻ സാധ്യതയുണ്ട്. ഏത് ആംഗിളിൽ നിന്നാണ് വെള്ളം വരിക എന്ന് പറയാൻ പറ്റില്ല. വെതർ ഫോർകാസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻഡ് ഓഫ് ദ ഡേ ഈ പാറയുടെ മുകളിൽ നിൽക്കുമ്പോൾ നമ്മുടെ മേലേക്ക് ഇത്രയും കനത്തിൽ എപ്പോഴാണ് വെള്ളം വരിക എന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യം തന്നെയാണ് നമ്മളതിനെ അപകടത്തിലേക്ക് നയിക്കുന്നത്. ഇതാണ് റോക്ക് ഫിഷിങ്ങിലെ ഏറ്റവും വലിയ അപകടം. ഇനി മീൻ കിട്ടി കഴിയുമ്പോൾ നമ്മളിതെല്ലാം മറക്കും. നമ്മളും പലപ്പോഴും കടലിലൊക്കെ ചെന്ന് മീൻ കിട്ടി കഴിയുമ്പോൾ ഈ അഡ്രിനാലിൻ റഷ് വന്നിട്ട് ഈ മീനിനെ വിടാതെ നിങ്ങൾ ഈ യൂട്യൂബിലെ പല വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓ മോനെ പിടിക്കലടാ, ഓടി രക്ഷപ്പെടാ, മീൻ വിട്ടോ എന്നൊക്കെ പറയുന്ന പല യൂട്യൂബ് വീഡിയോസും ഉണ്ട്. It's a good position to be in. Yeah. Okay, I know. I'm coming now. ആളെ ഇടക്ക് എടുത്തോണ്ട്, പക്ഷെ ആ സമയത്ത് നമ്മൾ വിടില്ല. കാരണം നമ്മൾ എത്ര നേരം കഷ്ടപ്പെട്ടാണ് ആ മീൻ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സംഭവം നമ്മൾ തന്നെ വെള്ളത്തിലേക്ക് കൊണ്ട് തട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റോക്ക് ഫിഷിങ്ങിൽ ഈ വെള്ളം, വെതർ ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറയുന്ന മുകളിൽ നിന്ന് നേരെ വെള്ളത്തിലേക്കാണ് വീണ ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല. അതാണ് റോക്ക് ഫിഷിങ്ങിലെ ഏറ്റവും വലിയ അപകടം. ഇനി ഇന്ത്യൻസിന് ഈ അപകടം ഉണ്ടാവാനുള്ള സാധ്യത എന്തോരം കൂടുതലാണ് എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോണേ. ഇതെന്താണ് നിങ്ങൾ ഇന്ത്യൻസിനെ മാത്രം പറ്റി പറയണതെന്ന് ഒരു പക്ഷം നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാം. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടം അതല്ലെങ്കിൽ സേഫ്റ്റി നമ്മളെ സംബന്ധിച്ചിടത്തോളം ലീസ്റ്റ് ബോധറാണ്. എന്താണ് നീ അങ്ങനെ പറയണതെന്ന് തോന്നും. ശരിയാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്തവണ ഞാൻ നാട്ടിൽ വന്നു, ഇതിന് മുന്നേ നാട്ടിൽ വന്നു. ഇന്ത്യയിലായിരിക്കുമ്പോൾ ഞാൻ കൺസിഡർ ചെയ്തിട്ടില്ല. തവണയൊക്കെ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഏതാണ്ട് 10-14 കൊല്ലം കഴിഞ്ഞു. ഇപ്പോൾ നാട്ടിൽ ചെന്നിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്തൊക്കെ ശരിക്കും നല്ല പേടിയാണ്. ആദ്യത്തെ 2 ദിവസം എല്ലാവിധ മാന്യതകളും കീപ്പ് ചെയ്ത് ഞാൻ വണ്ടി ഓടിച്ചു. പിന്നെ മനസ്സിലായി ഇങ്ങനെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലെത്തില്ല. ദെൻ അല്ലേ, നാട് ഓടുമ്പോൾ അടുക്കിൽ കിടന്ന് ഓടണ പോലെ തന്നെ ഞാനും അടുക്കിൽ കിടന്ന് ഓടി. ഈ വണ്ടികൾ ഇങ്ങനെയൊക്കെ പോണ സമയത്ത് ഒരാൾക്കും ഇതിൽ അപകടം പതിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റാറില്ല. അൺഫോർച്ചുനേറ്റ്ലി യാഥാർത്ഥ്യമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. എൻ്റെ വീടിന് ചുറ്റും ഞാൻ ഇത്തവണ നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു 3 മാസത്തിൻ്റെ ഉള്ളിൽ, ഒരു 3 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ 7ഓളം ആക്സിഡൻ്റൽ ഡെത്താണ് ഉണ്ടായിട്ടുള്ളത്. വളരെ നോർമലാണ്, എല്ലാവർക്കും കേട്ട് കഴിഞ്ഞപ്പോൾ. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ മരിച്ചതിൽ 4 ബൈക്ക് ആക്സിഡൻറ്റിലും ഹെൽമെറ്റ് ഒരു ആരും ധരിച്ചിട്ടില്ല എന്നുള്ളതാണ്. സോ നമുക്ക് ഇത് അല്ലേ, സൈക്കിളിൻ്റെ മുകളിൽ പോകുന്ന ഒരാൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഹേയ് നീ ഹെൽമെറ്റ് വെച്ചിട്ടാണ്ടാ പോണേന്ന് ചോദിച്ചിട്ട് കളിയാക്കും. ഹെൽമെറ്റ് വയ്ക്കുന്നത് ഒരു കുറച്ചലാണ്. തെങ്ങിൻ്റെ മുകളിൽ കയറുമ്പോൾ അല്ലേ ഹാനസ് ഒന്നും ഇട്ടിട്ട് തെങ്ങിൻ്റെ മുകളിൽ കയറുന്ന ആൾക്കാരെ നമ്മൾ ഒരു കാലഘട്ടത്തിൽ കണ്ടിട്ടില്ലേ. ഇപ്പോൾ പിന്നെ മെഷീനായി. ഈ മെഷീൻ്റെ മുകളിൽ കയറുന്നവരാണെങ്കിലും ഹാനസ് ഉണ്ടാവില്ല. ഹാനസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, കെട്ടിയിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന സാധനം ഹാനസ് എന്ന് പറഞ്ഞതിൻ്റെ ഗോൾഡ്. ഓക്കെ, എനിവേ ഹാനസ് അല്ലെങ്കിൽ ഹാനസ് എന്താണെങ്കിലും ഈ സാധനം വെച്ചിട്ട് തന്നെ നമ്മൾ കയറുന്നത് കുഴപ്പമില്ല, ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിലേക്ക് വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളെല്ലാം കടലിൽ പോകുന്നത് ഒരു ലൈഫ് ജാക്കറ്റ് പോലും ഇല്ലാണ്ടാണ്. അത് കുഴപ്പമില്ല, നോ, അത് പ്രശ്നമാണ്. സേഫ്റ്റിനെ കൺസിഡർ ചെയ്യാത്തത് നമ്മുടെ ഒരു ശീലമായിട്ട് മാറിയിട്ടുണ്ട്. അതങ്ങനെയാണ്. കാരണം ഇത് നോർമലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നത്. അപ്പോൾ നമുക്കിതിൽ അപകടം പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റില്ല അല്ലേ. ഞാനിവിടെ ഒരു സേഫ്റ്റിയുടെ ക്ലാസ്സിന് പോയി കഴിഞ്ഞപ്പോൾ അതിൽ പറയുന്നുണ്ട് ഒരു വലിയ വെള്ളം അതല്ലെങ്കിൽ ഒരു കുളം അല്ലെങ്കിൽ ഒരു സമുദ്രം നമ്മളതിനെ ഒരു പക്ഷേ പെട്ടെന്നൊരു അപകടത്തിലേക്ക് കൊണ്ട് ചാടിക്കില്ല അല്ലേ. കടലിലെ എല്ലാ ദിവസം ആൾക്കാരെയൊന്നും ചാടുന്നില്ലല്ലോ. എന്താ, കടലാണ് അപകടമാണെന്ന് കുറേ ആളുകൾക്ക് അറിയാം. അതേ സമയത്ത് ഒരു മൊസൈക്ക് ഇട്ടിട്ടുള്ള നിലത്ത് അല്ലെങ്കിൽ ഒരു ക്ലീനായി കിടക്കുന്ന സ്ഥലത്ത് ഒരു തുള്ളി വെള്ളം മതി
വഴുക്കിയിട്ട് നമ്മൾ വീഴാൻ. അപ്പോൾ അവിടെ നമ്മൾ എന്തുകൊണ്ടും ഒരു ബോർഡ് കൊണ്ടുവയ്ക്കും, എന്താണ് അവിടെ തരി വെള്ളം കെടുക്കുന്നുണ്ടെന്ന് കണ്ടിട്ടുള്ളത്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി എന്ന് പറയുന്നത്. ഇത് നമ്മൾ വളരെ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റാണ്. അപ്പം നമുക്കിത് ശീലമില്ലാത്തത് കൊണ്ട് തന്നെ പല സാഹചര്യങ്ങളിലും അപകടം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് തന്നെ ഞാൻ കണക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പ്രതിവർഷം 17 മുതൽ 22ഓളം ആളുകൾ മരിക്കുന്നുണ്ട് ഫിഷിങ്ങിന് പോയിട്ട്. റോക്ക് ഫിഷിങ് മാത്രമല്ല, എനി സോർട്ട് ഓഫ് ഫിഷിങ്. അത് കൂടാണ്ട് ഇനി അപകടങ്ങൾ, അതായത് ഇതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുള്ള ആളുകളുടെ കഴുത്ത് മുറിഞ്ഞവർ, നടുവൊടിഞ്ഞവരുടെ കണക്കും വേറെ ഉണ്ട്. മരിച്ചവർ തന്നെ 17 മുതൽ 22ൻ്റെ ഇടയിലാണ് പ്രതിവർഷം എന്ന് പറയുന്നത്. ഇവിടെ ഇതിനൊക്കെ ഉണ്ടായിട്ടും കുറേ ആളുകൾക്ക് ഇത് അഡ്വഞ്ചർസോ എന്താ പറയുക ഭയങ്കര റിസ്കി ആയിട്ട് ഞാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം ഞാൻ അതൊക്കെ പാലിക്കണ ഒരു മാന്യനാണെന്ന്. ഒട്ടുമല്ല, ഞാനും ഒരു ഇന്ത്യക്കാരൻ തന്നെയാണ്. ഇതൊക്കെ കണ്ടു വളർന്ന ആൾ തന്നെയാണ്. പലപ്പോഴും ഞാനും ടിൻഡോൻ്റെ കൂട്ടത്തിലൊക്കെ പോകുമ്പോൾ ചങ്കൊക്കെ വിരിച്ച് നിൽക്കാറുണ്ട്. എന്നെക്കാളും കുറച്ചും കൂടി ശ്രദ്ധിക്കുന്നതാണ് ടിൻഡോ. പുള്ളിക്ക് എന്നെക്കാളും എക്സ്പീരിയൻസ് കൂടുതലുണ്ട്. പലപ്പോൾ ഞാൻ പോടാ അത് പിടിക്കാറാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചങ്ക് വിരിച്ചിട്ടുണ്ട്. എന്തോ 2-3 തവണയൊക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് പോന്നിട്ടുണ്ട്. ഡസൻ മീൻ ദാറ്റ് നാളെ രക്ഷപ്പെടണമെന്ന്. ചിലപ്പോൾ നാളെ ഞാൻ പടാവാം, അറിയില്ല. സോ നമുക്ക് ചെയ്യാൻ പറ്റിയത് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റില്ല, ഈ സിറ്റുവേഷനൊന്നും മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ റോക്ക് ഫിഷിങ്ങിന് പോകുന്ന സമയത്ത് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് അല്ലേ? നമ്പർ 1, ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് ന്യൂസിലാൻഡിലേക്ക് വരുന്ന ആൾക്കാരെ പറ്റിയിട്ടുള്ളതാണ് പറയുന്നത് കേട്ടോ. ഇത് തന്നെ നിങ്ങൾക്ക് പല രാജ്യത്തും അപ്ലൈ ചെയ്യുക, അങ്ങനെ തന്നെ കരുതിയാൽ മതി. കാരണം ഞാൻ ഇവിടുത്തെ കാര്യമാണല്ലോ പറയണത്, അപ്പോൾ എനിക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്ത് പറയാനായിട്ട് എളുപ്പമുണ്ടാവും. ഇവിടെ വന്നിട്ട് ഫിഷിങ്ങിന് പോകാൻ തുടങ്ങുമ്പോൾ ഏറ്റവും ഫസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം ഇവിടുത്തെ വെതറിനെ കുറിച്ച് പഠിക്കുക, നിങ്ങളുടെ തൊട്ടടുത്തുള്ള കടലിനെ കുറിച്ച് പഠിക്കുക, അതിൽ റോക്ക് ഫിഷിങ്ങിനെ കുറിച്ച് പഠിക്കുക, എവിടെയാണ് സർഫ് കാസ്റ്റിങ്ങുകൾ അല്ലെങ്കിൽ ബീച്ചിൻ്റെ സൈഡിൽ പോയിട്ടുള്ളത്, ബോട്ടിൽ പോയിട്ടുള്ളതിനെ കുറിച്ച് ആദ്യം ഒരു 6 മാസമെങ്കിലും സമയം എടുത്തിട്ട് ഇതിന് പോവാണ്ട് ലൊക്കേഷനിലൊക്കെ പോയിട്ട് ഫിഷിങ് ചെയ്യാതെ കൃത്യമായിട്ട് പഠിക്കുക. നമ്പർ 2, ഇവിടെ നല്ല എക്സ്പീരിയൻസ് ഉള്ള വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ കൂട്ടത്തിൽ ഫിഷിങ്ങിന് പോയി 1 വർഷമെങ്കിലും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഫിഷിങ്ങിന് പോകാൻ പാടുള്ളൂ. ഇനി ഇവിടെ വന്നിട്ട് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ ഒന്നും വിചാരിക്കരുത് മലയാളി ഗ്രൂപ്പ് ആണെങ്കിൽ അവരെന്നെ നിങ്ങൾ വളരെ ഈവൺ എൻ്റെ കൂട്ടത്തിൽ വരികയാണെങ്കിൽ പോലും, ഈവൺ എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ മീൻപിടുത്തക്കാരനായിട്ടല്ല, എന്നിരുന്നാലും പറയാണ് എൻ്റെ കൂട്ടത്തിലല്ല നിങ്ങൾ വരണ്ടേ. നിങ്ങൾ വരേണ്ടതും പോകേണ്ടതും ഇവിടെ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള കൃത്യമായിട്ട് ഫിഷിങ്ങിന് പോകുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പോയി ഇത് പഠിച്ചതിന് ശേഷം മാത്രം ഈ ഫിഷിങ്ങിന് പോവാം. 3ാമത്തെ കാര്യം, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനേക്കാളും മുന്നേ കൃത്യമായിട്ട് എവിടേക്കാണ് ഞാൻ പോണേ, ആ ഏരിയയിൽ എത്ര കടലിൻ്റെ തിര സ്വെല്ല് എന്തോരുണ്ട്. ഇപ്പോൾ ഈ അപകടം നടന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു ഒളിവർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂട്ടത്തിൽ ട്യൂണൊക്കെ പിടിക്കാൻ വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു പുള്ളിനെ വിളിച്ചപ്പോൾ പറഞ്ഞു പുള്ളി അവിടെ എപ്പോഴും ഡൈവിങ്ങിനൊക്കെ പോകാറുണ്ട്. അന്നത്തെ ദിവസം 2.3 മീറ്റർ അറ്റ സ്വെല്ല് ഉണ്ടായിരുന്നു എന്ന് പറയണേ. പുള്ളി 1.1 മീറ്റർ ടു 1.3 മീറ്റർ ഹൈറ്റിന് മേലെയാണ് സ്വെല്ല് എന്ന് പറഞ്ഞാൽ ഈ തിര വരുന്ന കനമുണ്ടല്ലോ, അത് വെച്ചെങ്കിൽ പുള്ളി അവിടെ ഫിഷിങ്ങിനെ പോവാറില്ല എന്നാണ് പറഞ്ഞത്. സോ ഈ സ്വെല്ല് ഈ ഏരിയയിൽ എത്ര വരെ സ്വെല്ല് നമുക്ക് ഹാൻഡിൽ ചെയ്യാം, ഏതൊക്കെ സമയത്താണ് റഫ് ആവാറ്, എന്താണ് ഇന്നത്തെ വെതർ, ഇന്ന് സ്റ്റോം അടിക്കാൻ സാധ്യതയുണ്ടോ, എപ്പോഴാണ് ടൈഡ് ചേഞ്ച് ആവണത് എന്നൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് വെതറിൻ്റെ 2-3 ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മാത്രം ഈ സ്ഥലത്തേക്ക് ഫിഷിങ്ങിന് പോകാനായിട്ട് തയ്യാറെടുക്കുക. പോണേക്കാളും മുന്നേ നമ്മുടെ വീട്ടിൽ ഭാര്യയുടെ അടുത്തും കുട്ടിയുടെ അടുത്തും അല്ലെങ്കിൽ അമ്മേൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഫ്രണ്ടാണെന്ന് വെച്ചെങ്കിൽ പോവാത്ത ആൾക്കാരുണ്ട് വെച്ചെങ്കിൽ അവരുടെ അടുത്ത് കൃത്യമായിട്ട് പറയാം ഞാൻ എങ്ങടാണ് ഇന്ന് മീൻ പിടിക്കാൻ പോണേ, ഇന്ന് പിടിക്കാൻ പോകുന്നത് തക്കാനിനി ഉള്ള ബീച്ചിലേക്കാണ്, അല്ലെങ്കിൽ ഇന്ന സൈഡിലേക്കാണ്, അല്ലെങ്കിൽ ഫോണിൻ്റെ റേഞ്ച് ഇല്ലാത്ത ഒരു ഏരിയയിലേക്കാണ്. ഫോൺ റേഞ്ച് ഉള്ള ഏരിയയിലാണെങ്കിൽ എവറി 1 hour നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുമെങ്കിൽ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറയാം അതെ ഞാനിവിടെ ഉണ്ട്, ഫിഷ് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഫിഷ് കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാ മണിക്കൂറും നമുക്ക് കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ സേഫാണ് എന്നുള്ളത് വീട്ടുകാർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതല്ല വെച്ചെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് 1 മണിക്ക് മീൻ പിടിക്കാൻ പോകുന്നു, 6 മണിക്ക് ഞാൻ തിരിച്ചു വരുമെന്ന് കൃത്യമായിട്ട് പറയാം. ഈ കറക്റ്റ് സമയത്തിനുള്ളിൽ നമ്മൾ തിരിച്ചെത്തിയില്ല വെച്ചെങ്കിൽ ഫാമിലിക്ക് പോലീസിനെയോ അല്ലെച്ചെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിനെ കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സമയം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അറിയിക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് അവർക്കും വന്നിട്ട് നോക്കാൻ പറ്റും ഇവിടെ എന്താ സംഭവിച്ചെന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് പറയാം. അല്ലാണ്ട് റാൻഡം ജസ്റ്റ് വീട്ടിൽ നിന്ന് ഓടി വന്നിട്ട് ഒരു ബാഗ് എടുത്തിട്ട് ഞാൻ മീൻ പിടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പോയെന്ന് ആർക്കും അറിയില്ല. ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങണ സമയത്ത് ഭാര്യമാർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അമ്മമാർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൂട്ടുകാരന്മാർ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ആവശ്യമുള്ള കാര്യമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ എഴുതി ചേർത്തിട്ടുള്ളതാണ്. എൻ്റെ ഇതിൽ ഉറപ്പ് വരുത്തുക. ഇപ്പോൾ ഗോൾഡ് എവിടെ ഉണ്ട് വെച്ചെങ്കിൽ ഗോൾഡ് എൻ്റെ അടുത്ത് മോനെ നിങ്ങൾ ഈ വെതറൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടോ, എങ്ങടാണ് പോണേ,
ഇത് നിങ്ങൾ ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോണ്ട. ഇനി റോക്ക് ഫിഷിങ്ങിന് പോകുമ്പോൾ ഒരിക്കലും ഒറ്റയ്ക്ക് പോവാതിരിക്കുക. ഒരിക്കലും ഒറ്റയ്ക്ക് പോകണ്ട. മീൻ കടയിൽ പോയിട്ട് മേടിക്കാമല്ലോ. ഇപ്പോൾ ചിലപ്പോൾ വീട്ടിൽ പ്രശ്നമുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോൾ പല ആൾക്കാരും എൻ്റെ കൂട്ടത്തിൽ മീൻ പിടിക്കാൻ വരുമ്പോൾ പറയാറുണ്ട്, ഭാര്യയും കുട്ടികളുടെ തലവേദന കാരണം ഞാൻ മീൻ പിടിക്കാൻ പോണേന്ന്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിലും ഈ പോണ സമയത്ത് ചിലർക്ക് ഐസൊലേഷൻ ഇഷ്ടമാണ്, ഒറ്റയ്ക്ക് പോയിട്ട് റിലാക്സ് ചെയ്യുക എന്നുള്ളൊരു രീതി. ഒറ്റയ്ക്ക് പോകണ്ട. പോകുമ്പോൾ ഒന്നെങ്കിൽ 2-3 ആളുകൾ. മറക്കരുത്, നമ്മളിവിടെ വന്നിട്ട് അത്യാവശ്യം മീൻ പിടിച്ച് എക്സ്പീരിയൻസ് ആയതിന് ശേഷം ഇനി കംസ് ടു സേഫ്റ്റി. ഇനി നമ്മൾ ഡ്രസ്സ് അണിയാൻ പോവാണ് കേട്ടോ. 2 കൊല്ലങ്ങൾക്ക് മുന്നേ ഞാൻ മേടിച്ചു വെച്ചിട്ടുള്ള ഒരു ലൈഫ് ജാക്കറ്റാണ് ഇത്. ഇത് ഞങ്ങൾ ടിൻറ്റോൻ്റെ ബോട്ടിൽ പോകാനായിട്ട്, അവൻ്റെ ബോട്ടിൽ ഓൾറെഡി ഉണ്ട് ലൈഫ് ജാക്കറ്റ്. എന്നിരുന്നാലും അത് കുറച്ച് ബൾക്കിയാണ്. ഇപ്പോൾ ഞാൻ പേഴ്സണലായിട്ട് മേടിച്ചു വെച്ചിട്ടുള്ള ലൈഫ് ജാക്കറ്റാണിത്. എപ്പോഴും റോക്ക് ഫിഷിങ്ങിന് പോകുന്ന സമയത്ത് പലപ്പോഴും ടിൻറ്റോ നമ്മൾ ബോട്ടിലൊക്കെ ഉള്ള സമയത്ത് പറയാറുണ്ട്, നവീനെ ലൈഫ് ജാക്കറ്റ് ഇട്ടോന്ന്. ഞങ്ങൾ ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടുള്ള സിറ്റുവേഷൻസും വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും, ഇല്ലാത്തതും കണ്ടിട്ടുണ്ടാവും. കടൽ ഭയങ്കര ക്വയറ്റ് ആയിട്ടുള്ള സമയത്ത് നമ്മൾ ഇടാറില്ല. എന്നാലും ദാറ്റ്സ് നോട്ട് ഗുഡ്. പിന്നെ നമുക്ക് ഈ ക്യാമറ ഇതൊക്കെയുള്ള കാരണം ഇതൊക്കെ ഒരു എക്സ്ക്യൂസാണ്. എന്നിരുന്നാലും നമ്മൾ എപ്പോഴും കടലിലുള്ള സമയത്ത് ഫുൾ ടൈം ലൈഫ് ജാക്കറ്റ് തന്നെ ഇടണം. റോക്ക് ഫിഷിങ്ങിന് പോവുകയാണെങ്കിലും സർഫ് കാസ്റ്റിങ്ങിന് പോവുകയാണെങ്കിലും 100% നിങ്ങൾ ലൈഫ് ജാക്കറ്റ് ഇടണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് അഫോർഡബിൾ, നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുമെങ്കിൽ നിർബന്ധമായിട്ടും മേടിക്കേണ്ട ഒരു സാധനമാണ് PLB. ഇതും ഞങ്ങൾ 2 വർഷം മുന്നേ മേടിച്ചതാണ്. ടിൻറ്റോൻ്റെ ബോട്ടിൽ ഇതുണ്ട്, ഞാൻ പേഴ്സണലായിട്ട് മേടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ലൈഫ് ജാക്കറ്റിൻ്റെ മുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ട്രൗസറിൻ്റെ മുകളിലോ കൊളത്തിടാൻ പറ്റും. ഇതിന് ഏതാണ്ട് ഒരു $469 ന്യൂസിലാൻഡിൽ വില വരുന്നുണ്ട്. ഇതൊന്നുമില്ല, എന്താ സംഭവിച്ചാൽ ഒരു GPS, ഇതൊരു അമേരിക്കൻ കമ്പനിയാണ്. ഇതിൻ്റെ മുകളിൽ ഒരു ബട്ടൺ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ വെള്ളത്തിലേക്ക് വീഴുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റുകയാണ് അല്ലെങ്കിൽ കരയിൽ തന്നെ നമ്മൾ മിസ്സായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യുക സാധനം. ഈ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ വിത്തിൻ ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് നിന്ന് നമ്മളതിനെ രക്ഷിക്കണ ഒരു സാധനമാണിത്. ഇത് ഈ പ്രത്യേകിച്ച് നിങ്ങൾ ന്യൂസിലാൻഡിലോ ഓസ്ട്രേലിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് മേടിക്കേണ്ട ഒരു സാധനമാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അപകടം എപ്പോഴാണ് ഉണ്ടാവുകയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് എപ്പോഴും 5 വർഷം കൂടുമ്പോഴാണ് ഇതിൻ്റെ ബാറ്ററി മാറ്റേണ്ടത്. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. മസ്റ്റ് ബൈ സാധനമാണിത്. ഇനി റോക്ക് ഫിഷിങ് നമ്മൾ പറഞ്ഞില്ലേ, കാല് എപ്പോഴും നന്നായിട്ട് വഴുക്കാൻ സാധ്യതയുള്ളൊരു സാധനമാണ്. സാധാ ഗംബൂട്ടും അതൊന്നും ഇട്ടിട്ട് റോക്ക് ഫിഷിങ്ങിന് പോകാൻ പറ്റില്ല. ഡൈവിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഷൂ ആണിത്. ഇത് ഞാൻ ആക്ച്വലി കഴിഞ്ഞ വർഷമാണ് മേടിച്ചത്. ഞാൻ റോക്ക് ഫിഷിങ്ങിന് പോകാറില്ല. ഇത് ഞാൻ ബോട്ടിൽ വഴുക്കണ കാരണം മേടിച്ചത്. പക്ഷേ ബോട്ടിൽ ഇത് പറ്റണില്ല ഇടാനായിട്ട്. പക്ഷേ റോക്ക് ഫിഷിങ്ങിനാണ് നിങ്ങൾ പോകണമെങ്കിൽ ഇതുപോലത്തെ ഒരു ഷൂ. ഓക്കെ, ഇപ്പോൾ നമ്മൾ എല്ലാ ഗിയറും സെറ്റപ്പ് ആക്കി ഇതൊക്കെ ഇട്ടു, എല്ലാം മേലിൽ കൂടി ഇട്ടു, എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കൂടെ നല്ല എക്സ്പീരിയൻസ് ഉള്ള 2-3 ആൾക്കാർ മീൻ പിടിക്കാനുണ്ട്. അതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് നമ്മൾ നോക്കുകയാണ് ഇവിടെ വേറെ ആൾക്കാർ ഫിഷ് ചെയ്യുന്നുണ്ടോയെന്ന്. നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല വെച്ചെങ്കിൽ വേറെ ആൾക്കാർ സാധാരണഗതിയിൽ അവിടെ ഉണ്ടാവാറുണ്ട്. ഇന്ന് ആരും ഇല്ല വെച്ചെങ്കിൽ എന്തോ പ്രശ്നമുണ്ട്. സോ ഇന്ന് ആരെയും കാണാമല്ലോ, റിസ്ക് എടുക്കണ്ട, ഇന്ന് മീൻ പിടിക്കണ്ട, കടയിൽ നിന്ന് മേടിക്കാം. അതല്ല നമ്മുടെ കൂട്ടത്തിൽ ഒരു 3-4 ആൾക്കാരുണ്ട്, ഓക്കെ ലെറ്റ് സി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കടലിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ പാറയുടെ സൈഡിൽ ചെന്ന് ഇരിക്കണം. എത്ര നേരം ഇരിക്കണം? ഏതാണ്ട് 30 മിനിറ്റ്. നമ്മുടെ ടൈഡ് ഇങ്ങനെ വന്നു തുടങ്ങുകയാണ്. നമ്മളൊരു 30 മിനിറ്റ് നേരം ഇതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കണം. എവിടേക്കാണ് തിര വരണേ, ഏത് ഇടയിൽ കൂടെയൊക്കെയാണ് വെള്ളം കയറി വരണേ, ഇവിടെ മറ്റേ കുഴിയുണ്ടോ, എവിടെയെങ്കിലും അങ്കുണ്ടോ, പൊത്തുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര ഷാർപ്പ് എഡ്ജസ് ഉണ്ടോ, വഴുക്കലുണ്ടോ, തിര ഏതൊക്കെ ഹൈറ്റിൽ കൂടെ തെരഞ്ഞു വരാൻ സാധ്യതയുണ്ട്, നമുക്ക് തിരിഞ്ഞോടാനുള്ള സ്പേസ് ഉണ്ടോ. വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എന്താ, നാട്ടിൽ നമ്മൾ ശ്രദ്ധിച്ചൊക്കെ നമ്മൾ ബീച്ചിൻ്റെ സൈഡിലിരിക്കുമ്പോൾ നമുക്ക് പിന്നിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും റോഡാളിൽ ഒറ്റ ഓട്ടം ഓടിയാൽ മതി ബാക്കിലേക്ക്. ഇവിടെ നമ്മൾ ബാക്കിലേക്ക് നോക്കുമ്പോൾ റോഡ് ഉണ്ടാവില്ല. മാത്രമല്ല ബാക്കിൽ ചിലപ്പോൾ വെള്ളം വന്ന് നിറഞ്ഞിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ തിരിച്ചോടാനുള്ള വഴിയും വേണം. നമുക്ക് സേഫായിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് വരാനുള്ള സേഫൊക്കെ ആണോ എന്ന് ഈ 30 മിനിറ്റ് നമ്മൾ ഇത് മൊത്തം ഒബ്സർവ് ചെയ്യുന്നതാണ് അടുത്ത കാര്യം. അല്ലാണ്ട് ചെന്ന അപ്പം തന്നെ ഓടി ചെന്നിട്ട് ഫിഷിങ് തുടങ്ങി മീൻ പിടിച്ച് കയറ്റരുത്. ഇനി നമ്മൾ ഈ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അവിടെ ഈ ലൈഫ് ബോയ് ഒക്കെ വെച്ചിട്ടുണ്ടാവും രക്ഷപ്പെടാനുള്ള. ചില സ്ഥലമൊക്കെ ഇവിടെ ന്യൂസിലാൻഡിൽ ഭയങ്കര ഡേഞ്ചറാണ്. ഇവിടെ ഫിഷ് ചെയ്യരുത്, ഈ ഏരിയയിലേക്ക് പോകരുത്. ചിലവർക്ക് ഇങ്ങനെ, ഞാൻ ഇന്നാളെ എവിടെ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഒരു ഹുക്കൊക്കെ വെച്ചിട്ടുണ്ട്. ചില ആൾക്കാർ അരക്കെട്ടിന് കയറൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നിന്നിട്ട് മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സേഫ്റ്റി ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഇന്ന ഭാഗത്ത് ഫിഷ് ചെയ്യരുത്. നമ്മളിതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പോവും. നമുക്കൊക്കെ അറിയാം, ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാ പറഞ്ഞത്, ഞാൻ പറമ്പ് പോയിട്ടില്ലെങ്കിലും ഇതൊക്കെ നമ്മൾ അവഗണിച്ച് പോയിട്ടുള്ള ശീലം നമുക്കുണ്ട്. അപ്പോൾ നമ്മളിതൊന്നും കാണുമ്പോൾ കൃത്യമായിട്ട് അവിടെ നിന്ന് വായിക്കണം. എന്താണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ഇന്ന സാധനം ഇവിടെ ഈ ഭാഗത്ത് എഴുതരുത്, ലൈഫ് ബോയ് യൂസ് ചെയ്യണം, 911ലേക്ക് ഫോം വിളിക്കണം എന്നൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. റീഡ് ദാറ്റ് ഇൻസ്ട്രക്ഷൻ പ്രോപ്പറായി. ഒരു ധൃതിയില്ല നമുക്ക്, ഒരു ധൃതിയില്ല. അടുത്തത് മീൻ പിടിക്കാൻ തുടങ്ങി.
മീൻ പിടിക്കാൻ തുടങ്ങുന്ന സമയത്ത് എന്തായിരിക്കും, മീൻ അടിക്കാൻ സാധ്യതയുണ്ട്. മീൻ അടിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പുള്ളിയുടെ തന്നെ വീഡിയോയിൽ നോക്കിയാൽ മതി, മീൻ കിട്ടുന്ന സമയമാണ് ഏറ്റവും ഡേഞ്ചർ. എന്താ കാരണം വെച്ചാൽ ഈ മീൻ കിട്ടുന്ന സമയത്ത് നമ്മൾ മീനിൽ ശ്രദ്ധിച്ചിരിക്കുകയും ഒരു തിര വന്നിട്ട് നമ്മളതിനെ അടിക്കുകയും, പിന്നെ ലാസ്റ്റ് മൊമെന്റിൽ മീൻ കിട്ടുമ്പോൾ ഒരു തിര വന്ന് ഇവൻ അടിക്കുന്നുണ്ട്, ഇവൻ കാണുന്ന പോലും ഇല്ല. ഒരു ലൈഫ് ജാക്കറ്റ് പോലും പുള്ളി അവിടെ വെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരിക്കലും, അതായത് കടലിൽ നിന്ന് കണ്ണെടുക്കരുത് എന്നാണ് പറയണത്. നമ്മൾ കടലിലേക്ക് നോക്കിയിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ നമുക്ക് തിര കണ്ട ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് വെക്കാൻ പറ്റുള്ളൂ. ഇത് ഇപ്പുറത്ത് നിൽക്കുന്ന കൂട്ടുകാരെ അടാ നീ സുഖല്ലേ ബീറൊക്കെ അടിച്ചില്ലേ, ഇനി അടുത്ത് മദ്യം 1 2 ഒക്കെ ഇങ്ങനെ ചില്ല് ചെയ്തിട്ട് നമ്മൾ ചിലപ്പോൾ വെള്ളം അടിക്കാനാണ് ഫിഷിങ്ങിന് പോകണ്ടാവുക. നമ്മളൊക്കെ ബോട്ടിൽ പോയി കഴിഞ്ഞാൽ മോദാൻ ഒരു ബീർ പോലും കഴിക്കില്ല. കാരണം എന്താണ്, നമ്മൾക്ക് എന്താ പറയുക, നമ്മൾ വെള്ളത്തിൽ നിന്ന് വീണാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളൊക്കെ ലൂസാവും കൂടെ. നമുക്കൊന്നും മനസ്സിലാവില്ല എന്തുണ്ടാവണം എന്നുള്ളത്. വെള്ളത്തിൽ നിന്ന് കണ്ണെടുക്കരുതെന്നാണ്. നമ്മൾ ഇങ്ങോട്ട് തിരിയണ നേരം മതി ഈ സാധനം വന്നിട്ട് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിലേക്ക് പോവുകയും നമ്മൾ തല ചെയ്യുന്നുണ്ട് എവിടെയെങ്കിലും അടിക്കാനായിട്ട്. അപ്പോൾ ഒരിക്കലും വെള്ളത്തിൽ നിന്ന് കണ്ണെടുക്കരുത്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് പറയാനുള്ളത് ഒരു ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റാണ്. ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ മീൻ പിടിക്കാനോ എന്തിനെങ്കിലും വന്ന് വെള്ളത്തിൽ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും അപകടം പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അയാളെ രക്ഷിക്കാനായിട്ട് നമ്മൾ ചാടുക അല്ലെങ്കിൽ വെമ്പുക. ഇതൊരു മനുഷ്യന് സഹജമാണ്. എപ്പോഴും നിങ്ങൾ ഫിഷിംഗ് അപകടം അല്ലെങ്കിൽ വെള്ളത്തിൽ സ്വിമ്മിങ്ങിൻ്റെ ഇടയിൽ അപകടം പറ്റിയിട്ടുള്ള മിക്ക കാര്യത്തിലും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇങ്ങനെ രക്ഷപ്പെടുത്താൻ നിൽക്കുന്ന സാഹചര്യത്തിലായിരിക്കും ചിലപ്പോൾ 2 3 പേര് മരിച്ചിട്ടുണ്ടാവുക. ന്യൂസിലാൻഡിൽ വളരെ കൃത്യമായിട്ട് മീൻപിടുത്തത്തിൻ്റെ ഇടയിലുള്ള വാർണിംഗ് ലിസ്റ്റിൽ ഏറ്റവും അവസാനത്തിൽ എഴുതി വച്ചിട്ടുണ്ട് എന്തെന്ന്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും റോക്ക് ഫിഷിംഗ് ചെയ്യാണോ വെള്ളത്തിൽ പോയിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും നമ്മളായിട്ട് രക്ഷപ്പെടുത്താൻ ശ്രമിക്കരുത്. എന്താണ് ചെയ്യേണ്ടത്, എന്തെങ്കിലും ഫ്ലോട്ടേഴ്സ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു ലൈഫ് ജാക്കറ്റ് ഉണ്ട്, പുള്ളിയുടെ കയ്യിലെങ്കിൽ സംഭവം ഇത് അവൻ്റെ കയ്യിലേക്ക് ഓണാക്കിയിട്ട് വലിച്ചിട്ട് പൊട്ടിച്ചിട്ട് അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. പുള്ളിക്ക് പിടിക്കാനൊരു പിടിയോ. ഇനി പുള്ളി വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചെറിയൊരു ബൾബ് ഇതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് വെള്ളത്തിൽ പൊന്തിക്കെടുക്കുമ്പോൾ മുകളിൽ നിന്ന് ഇനിയിപ്പോൾ രക്ഷയ്ക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഈ ബൾബ് എന്തെങ്കിലും ആക്കി കൊടുത്തിട്ട് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, 911ലേക്ക് ഫോൺ വിളിക്കണം. ഇല്ലെങ്കിൽ ഈ ചാൻസും ഇല്ലാണ്ടേ കൂടെ നിൽക്കണോ രക്ഷപ്പെടുത്താൻ നോക്കി ഈ തര വന്നിട്ട് അവനെ അടിച്ചു 2 പേര് അല്ലെങ്കിൽ 3 പേരും കൂടി വെള്ളത്തിൽ പോയാൽ ഒരാൾക്ക് പോലും രക്ഷപ്പെടാനുള്ള സാധ്യത അവിടെ നഷ്ടപ്പെടുകയാണ്. കാരണം എന്താണ്, വേറെ ആരും ഇല്ല. ഒരാൾ വെള്ളത്തിൽ പോയി പെട്ടെന്ന് ഫോൺ വിളിക്കാൻ പോലും ഒരു ചാൻസും ഇല്ല. പക്ഷെ നമ്മൾ ഞാനാണെങ്കിലും പെട്ടെന്ന് ചെയ്യും. പക്ഷെ നമുക്കിത് പ്രാക്ടീസ് ചെയ്യാതെ രക്ഷയില്ല. മനസ്സിൽ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർ മന്ത്രം പോലെ രാത്രി ഇത് ചൊല്ലുക. ആരെങ്കിലും കൂട്ടുകാരൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ തോന്നരുതേ, ഈ സാധനങ്ങളൊക്കെ സേഫാണേ, നെവർ ഡു. കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ഞാൻ ഇപ്പോൾ എല്ലാം പറഞ്ഞോന്ന് എനിക്ക് അറിയില്ല. എനിക്ക് അറിയാവുന്നതും വായിച്ചതൊക്കെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഒരിക്കലും രക്ഷപ്പെടാൻ ശ്രമിക്കരുത് മീൻസ് നമ്മളതിലേക്ക് ചാടരുത്, നമ്മളും കൂടെ പോലെ. ഇവിടെയൊക്കെ അങ്കല്ലാണ്ട് കണ്ടമാനത്. ഇവിടെ ഞാനിപ്പോൾ മുറിവായി ബീച്ചിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര വലിയ കുഴിയാണ്. ഈ വെള്ളം വന്ന് അടിച്ച് ഇതിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ബ്ലോക്കായി പോയി കഴിഞ്ഞാൽ എവിടേക്കാണ് പോണേന്ന് പോലും നമുക്കറിയില്ല. ഒന്നാമത് ഒരു അടിക്ക് തന്നെ നമ്മൾ അൺകോൺഷ്യസ് ആയി പോകും. സോ ഒരാൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് അടിനാലും പോലും ആകെ തല കറങ്ങണ പോലെ തോന്നും. ബട്ട് സ്റ്റെപ്പ് ബാക്ക്, പിന്നിലേക്ക് ഇറങ്ങി വരിക. ഫോൺ ഉണ്ടെങ്കിൽ ഫോൺ എടുക്കുക, എത്രയും പെട്ടെന്ന് ഫോൺ വിളിക്കണം 911. അയ്യോ നമുക്ക് ഒരു റെസ്ക്യൂ വേണം ഇന്ന സ്ഥലത്തേക്ക്. സോ അറ്റ്ലീസ്റ്റ് ഇയാൾ സേഫായി പോയ ആൾക്ക് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്ലീസ് ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങളുടെ ഫിഷിംഗ് ഗ്രൂപ്പുകൾ അതല്ലെങ്കിൽ ഫാമിലി കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് മീൻ പിടിക്കാൻ പോണ ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് ഇതുപോലെ സാഹസികപരമായിട്ട് മീൻ പിടിക്കുന്ന വീഡിയോകൾ ഇൻസ്റ്റാഗ്രാമിൽ ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ കണ്ട പോലെയൊക്കെയുള്ള വെള്ളത്തിൽ ചാട്ടി മറിഞ്ഞില്ലേ, അതിനൊക്കെ ചിലപ്പോൾ 400,000 500,000 ലൈക്സും ഒരു 10 മില്യൺ വ്യൂ ഒക്കെ കിട്ടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ബട്ട് ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം മീനിനേക്കാളും വിലയില്ലാതെ ആക്കണോ എന്നുള്ളത് ആലോചിക്കുക. ഇനി ഈ വീഡിയോ തന്നെ ഷെയർ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നല്ല സൂപ്പർ വീഡിയോസ് എന്നെക്കാളും കൃത്യമായിട്ട് ഇത് സയൻറ്റിഫിക്കലി ഇതൊക്കെ പഠിച്ച ആളുകൾ. ഇപ്പം ഞാനൊരു ഇങ്ങനെ അങ്ങോട്ട് എൻ്റെ ഒരു കോമൺ ഇതിൽ നിന്ന് അങ്ങോട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ എൻ്റെ ഒരു ശൈലിയിൽ. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരുപാട് വീഡിയോകളുണ്ട്. പ്ലീസ് ഷെയർ.
പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യ വിട്ട് വേറൊരു സ്ഥലത്ത് ചെന്നിട്ട് ഫിഷിങ് ആൻഡ് ഹണ്ടിങ് ചെയ്യണം ഭയങ്കര ഡെഡ്ലി ആയിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ ഇത്തരം കമ്മ്യൂണിറ്റിയിൽ സ്പ്രെഡ് ചെയ്യണ സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ അമ്മമാരും അപ്പന്മാരും ഭാര്യമാരും കുട്ടികളൊക്കെ ഇത് കാണാൻ സാധ്യത ഉണ്ടാവുകയും നമ്മൾ ഇങ്ങനെയുള്ളൊരു പരിപാടിക്ക് പോണ സമയത്ത് അവർ നമുക്കിത് ഹേയ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടോയെന്ന് അവർക്കും അല്ലേ നമ്മൾ കാറൊക്കെ ഓടിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ ഭാര്യമാർ ഹേയ് ബ്രേക്ക് പിടിക്കുക പക്ഷേ അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇതുപോലത്തെ ഒരു അപകടം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫാമിലിയിൽ സംഭവിക്കുക എന്ന് പറയുന്നത് ആർക്കാണെങ്കിലും ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അതുപോലത്തെ ഒരു ഷോക്ക് ഉണ്ടായിരുന്നു. ഇനി ഇത്തരത്തിലുള്ള അപകടങ്ങൾ മിനിമൈസ് ചെയ്യാം. നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. ആരെങ്കിലുമൊക്കെ എസ്പെഷ്യലി യങ്സ്റ്റേഴ്സൊക്കെ ഇതുപോലുള്ള അപകടങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യത കൂടുതലാണ്. ബട്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇതിൻ്റെ നമ്പർ കുറയ്ക്കാനായിട്ട് സഹായിക്കും എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.